എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് അതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിവോൾട്ട് ഓഫ് 1857 1857 റിവോൾട്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവും അവരെങ്ങനെയാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 1857 റിവോൾട്ടാണ്. ഈ റിവോൾട്ട് 1857 റിവോൾട്ടിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 10 മെയ് മാസം 10 1857 മീററ്റില് സോൾജേഴ്സ് പട്ടാളക്കാർ നടത്തിയിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ റിവോൾട്ടിന്റെ അല്ലെങ്കിൽ 1857 റിവോൾട്ടിന്റെ തുടക്കം, യുദ്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇതിനെ സിപ്പോയ് മ്യൂട്ടണി അഥവാ ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാരും അതിനും വിപരീതമായിട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നാഷണലിസ്റ്റ് എഴുത്തുകാരും വിശേഷിപ്പിക്കാനുണ്ടാകുന്നത്. അപ്പം ഇന്ത്യൻ സോൾജേഴ്സ്, ഇന്ത്യൻ പട്ടാളക്കാർ യൂറോപ്പിൻ്റെ ഉന്നത അധികാരികളെ കൊന്നുകൊണ്ട്, ബ്രിട്ടീഷ് അധികാരികളെ കൊന്നുകൊണ്ടാണ് ഈ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്ന് അവർ നേരെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഈ ഇന്ത്യൻ പട്ടാളക്കാരിട്ടോ ഇംഗ്ലീഷ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ കൊന്നിട്ട് നേരെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പഴയകാല മുഗൾ റൂളർ ആയിട്ടുള്ള ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ട് അവരോധിക്കുകയാണ്. എംപറർ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് ബഹദൂർ ഷാ സഫറിനെ, പഴയ മുഗൾ സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചക്കാരനായിരുന്നു ബഹദൂർ ഷാ സഫർ. അവരെന്നെ ഇന്ത്യയുടെ അധികാരി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ യഥാർത്ഥ റൂളർ എന്ന നിലയ്ക്ക് അവരോധിക്കുകയും കൂടെ ചെയ്യുകയാണ് സോൾജേഴ്സ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് റിവോൾട്ട് തുടങ്ങുന്നത്. 1857 റിവോൾട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇനി പല കാരണങ്ങൾ കൊണ്ടാണ് 1857 യുദ്ധം നടന്നത്. പല കാരണങ്ങളുണ്ട്. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട്, സോഷ്യൽ കാരണങ്ങളുണ്ട്, എക്കണോമിക് കാരണങ്ങളുണ്ട്, റിലീജിയസ് ആയിട്ടുണ്ട്, ദെൻ ആർമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഇത് ഇഫക്റ്റ് എന്തൊക്കെ കാരണങ്ങളാണെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയായിരുന്നു നോക്കാം. പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ വെല്ലസ്ലിയും ഡൽഹൌസി രണ്ട് പ്രഭുക്കന്മാരായിരുന്നു. ലോർഡ് വെല്ലസ്ലിയും ലോർഡ് ഡൽഹൌസിയും. ഇവർ രണ്ടുപേരും ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, വെല്ലസിയുടെ എന്ത് പദ്ധതിയായിരുന്നു? വെല്ലസിയുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റവും അതേസമയം ഇവരുടെ ഈ ഡൽഹൌസിയുടെ ഡോക്ട്രൈൻ ഓഫ് ലെംസ് ദത്തെടുക്കൽ നയവും, ഈ രണ്ട് നയവുമാണ് പൊളിറ്റിക്കൽ കാരണങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുണ്ടായിരുന്ന സ്വതന്ത്ര പദവി നഷ്ടപ്പെടുകയും അവരെല്ലാം ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് പല നാട്ടുരാജ്യങ്ങളും മുന്നോട്ട് വരികയും അവർ യുദ്ധത്തിന് തയ്യാറാവുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ഝാൻസി, നാഗ്പൂര്, അങ്ങനെ ചില നഗരങ്ങൾ ഇതിനോട് വളരെ എതിർത്തുകൊണ്ട്, ഝാൻസി സ്ഥലങ്ങളൊക്കെ, സത്താര തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ ഒരു പോളിസീനെ, ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് പോളിസീനെയൊക്കെ എതിർത്തുകൊണ്ട് വരികയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. എന്നാൽ അതേസമയം പഞ്ചാബ്, മദ്രാസ് പ്രസിഡൻസിലെ കുറേ ഭാഗങ്ങൾ, ഇവരൊന്നും ഒരു തരത്തിലും ഇതിനോട് ബന്ധമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിവോൾട്ടിൽ പങ്കാളികളാവാതെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എക്കണോമിക് കോസസ്, സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
സാമ്പത്തിക കാരണങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ തനതായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ, സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ, അത് ഇല്ലാതാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു വാണിജ്യ കുത്തക ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ അത്തരത്തിൽ അവരുടേതായിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റിയപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന പല കൈത്തറി തൊഴിലാളികളുടെയും അതുപോലെ തന്നെ പല തൊഴിലാളികളുടെയും സ്ഥിതി വളരെ മോശമാവുകയും അവർ തൊഴിലില്ലായ്മയിലേക്ക് എത്തിച്ചേരുകയും ഒടുവിൽ അവർ കൃഷിയെ മാത്രം ആശ്രയിക്കുക, കൃഷിക്കാരാകാൻ വേണ്ടി പോവുകയും അങ്ങനെ കാർഷിക രംഗം തകരുന്ന സ്ഥിതി ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ ഒരു സാമ്പത്തികപരമായിട്ട് ഇന്ത്യൻ ജനത വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമുക്ക് അറിയാം, സാമിൻദാസ് ഒരു കാലത്ത് ഭൂപ്രഭുക്കന്മാരൊക്കെ ആയിട്ട് നടന്നിരുന്നവര് ഈ പെർമനന്റ് സെറ്റിൽമെന്റും അതുപോലെ തന്നെ റയറ്റ് വാരി, മഹൽവാരി സിസ്റ്റം ഒക്കെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർക്കൊന്നും കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് ഇവരൊക്കെയും ഇവരുടെ പരമ്പരാഗത തൊഴിലുകൾ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ വെച്ചാൽ ഒരു വലിയ വിഭാഗത്തിന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സമ്പത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ത്യയുടെ റിസോഴ്സസ്, ഇന്ത്യയുടെ അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്, ഇതൊക്കെ യാതൊരുവിധ അനുമതിയും ഇല്ലാതെ അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോട്ടൻ്റെ ഒക്കെ ഒരു വലിയ കുത്തക തന്നെ അവർ നേടിയെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കയറ്റുമതികൾ അവർ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ അസംസ്കൃത വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ റിസോഴ്സസ് നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവര് ബ്രിട്ടനിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വളരെ വില കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥിതി. ബ്രിട്ടൻ മാർക്കറ്റ്, അതായത് ബ്രിട്ടീഷ് സാധനങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ വിറ്റഴിക്കുകയും അതേസമയം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഇവിടെ തന്നെ നിർമ്മിച്ചിട്ടുള്ള തനത് കൈത്തറി വസ്തുക്കൾക്ക് വില കൂടുകയും അമിതമായ വില നിശ്ചയിച്ചുകൊണ്ട് അത്തരം ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റ്, അത്തരം ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ മേടിക്കാത്ത രീതിയിലേക്ക് അതിൻ്റെ വില ഉയർത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം വില കുറഞ്ഞ ചീപ്പായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും ഇൻഡിജിനസ് പ്രൊഡക്ട്സ്, ഇന്ത്യയുടെ തന്നെ പ്രൊഡക്ട്സ് വില കൂട്ടി വിൽക്കുന്ന ഒരു സ്ഥിതിയെല്ലാം വന്ന് ഇവിടെ നിലനിന്നിരുന്നു. അതുകൊണ്ടൊക്കെയും സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു എക്കണോമിക് കോസസിൽ നമുക്ക് പറയാൻ പറ്റുക. അതിനോടൊപ്പം തന്നെ പെർമനന്റ് സെറ്റിൽമെന്റ്സ്, റയറ്റ് വാരി, മഹൽവാരി സിസ്റ്റങ്ങളുടെ തകർച്ചയും കർഷകരുടെ സ്ഥിതി, സാമിന്ദാർസ് എന്ന് പറയുന്ന വിഭാഗക്കാരൊക്കെ അവരുടെ ഭൂമി മണി ലെൻഡേഴ്സിന്, കൊള്ളപ്പലിശക്കാർക്ക് വിറ്റുകൊണ്ട് അങ്ങനെ കർഷകർക്കും ഇവർക്കൊക്കെ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇനി മറ്റൊരു കാരണമാണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് കോസസ്. സോഷ്യൽ ആൻഡ് റിലീജിയസ് കോസസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നല്ലേ. സതി, അതുപോലെ തന്നെ വിധവകൾ പുനർവിവാഹം ചെയ്യാൻ പാടില്ല, വിധവകൾ തലയൊക്കെ മുണ്ടനം ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, അങ്ങനത്തെ കുറേ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബാല്യവിവാഹം വളരെ ചെറുപ്പത്തിൽ തന്നെ, ശൈശവ വിവാഹം എന്നൊക്കെ പറയാം, വളരെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെല്ലാം കല്യാണം കഴിപ്പിച്ച് വിടുന്ന സ്ഥിതി, അങ്ങനത്തെ കുറേ ഇതുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുക, പെൺകുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക, അങ്ങനത്തെ ഒരുപാട് സമൂഹത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ ഇന്ത്യ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന സമയത്ത് ഇവിടെയുള്ള പല അനാചാരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1829 1829 സതി നിർത്തലാക്കിയത്. വില്യം ബെൻറ്റിക് എന്ന് പറയുന്ന പ്രഭുവാണ് സതി നിർത്തലാക്കിയത്. അതിന് മുൻകൈ എടുത്തത് രാജാറാം മോഹൻ റോയ് ഒക്കെ തന്നെയാണ്, പക്ഷെ നിർത്തലാക്കിയത് വില്യം ബെൻറ്റിക് ആണ്. വില്യം ബെൻറ്റിക് അത് നിർത്തലാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇനി സതി ആരെങ്കിലും ആചരിക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമായിരിക്കും എന്നൊരു രീതിയിലേക്കൊക്കെ ഉത്തരവ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമ നടപടികൾ, ഇത്തരം ദുരാചാരങ്ങൾ കൊണ്ടു നടന്നാൽ നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വിധവകളെ പുനർവിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 1829 1850 മുതൽ 56 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടുകൾ വരുന്നുണ്ട്. വിഡോ റീമാരേജ് ആക്ട്, വിധവകൾ പുനർവിവാഹം നടത്താനുള്ള ആക്ട്, അതുപോലെ അങ്ങനത്തെ ഒരുപാട് ആക്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും എന്താണ് സൃഷ്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ
സ്വത്വത്തിന്മേലെ ഇവർ കടന്നു കയറുന്നതായിട്ടാണ് തോന്നുന്നത്. ബ്രിട്ടീഷുകാർ കടന്നു കയറുന്നതായിട്ടാണ് തോന്നുന്നത്. അവരുടെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവർ നടക്കുന്നത്. അപ്പൊ ഹിന്ദു റിലീജിയനെ തകർക്കാനുള്ള ശ്രമമാണ് ഇത് എന്നാണ് ഇവർ വിശ്വസിച്ചത്. അന്നുണ്ടായിരുന്ന ഇവിടുത്തെ ഇന്ത്യക്കാർ വിശ്വസിച്ചത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിനെ, സാമൂഹിക റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു റിവോൾട്ട് നടന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മിഷണറീസ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടും ഒരുപാട് വ്യക്തികളെ ഇത്തരം മതം പരിവർത്തനം നടത്തിക്കൊണ്ട് ഹിന്ദു മതത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ചിന്താഗതി ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നു. ആക്ട് 1850 ആക്ട് 21 കൊണ്ടുവരുന്നുണ്ട്. അതില് ക്രിസ്ത്യാനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നവർക്ക് പരമ്പരാഗത സ്വത്തിൽ അവകാശമുണ്ട് എന്നൊരു നിയമം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ഹിന്ദുക്കളായിട്ടുള്ളവരെ എന്താ പറയുക, ഹിന്ദുക്കളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം മതം മാറും ചെയ്തു, കൂടാതെ സ്വത്തവകാശം കൂടെ കൊടുക്കണം എന്ന് പറയുമ്പോൾ തങ്ങളുടെ സ്വത്തെല്ലാം ചോർന്നു പോകുമോ എന്നൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ മിലിറ്ററിയിലുള്ള ഹിന്ദുക്കളോട് അവർക്ക് പഴയകാല ഇവർക്ക് ഈ മുടി ഇങ്ങനെ വളർത്തുന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കുടുംബം വയ്ക്കുക, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മുടി വളർത്തുന്ന ഒരു സിസ്റ്റം ഹിന്ദു റിലീജിയനിലെ പല കാസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടി ഒഴിവാക്കാൻ ബ്രിട്ടീഷ് മിലിറ്ററി നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഹിന്ദുക്കളുടെ എന്താ പറയുക റിലീജിയസ് ഐഡന്റിറ്റീനെ ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ റിലീജിയസ് ആയിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ തല മുണ്ടനം ചെയ്യുക എന്നുള്ളത് അവരുടെ മതപരമായ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് ഹിന്ദുക്കൾ കണ്ടു. അത് മുസ്ലിം വിഭാഗത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ ഇടയ്ക്ക് താടി വളർത്തുമായിരുന്നു. ആ താടി മൊത്തം ക്ലീൻ ഷേവ് ചെയ്യണം എന്നുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ അത് മുസ്ലിം ഐഡന്റിറ്റീനെ, മുസ്ലിം സ്വത്വത്തിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് മുസ്ലിംസിനും തോന്നി. അങ്ങനെയുള്ള ചില മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിവോൾട്ടിന് കാരണമായിട്ടുണ്ട്. ദെൻ ആർമിയിൽ ഉണ്ടായിട്ടുള്ള ഡിസ്കണ്ടന്റ് ഇൻ ദി ആർമി. നേരത്തെ പറഞ്ഞ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഈ സോൾജിയേഴ്സിന്, ഈ പട്ടാളക്കാർക്ക്, ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർക്ക് യാതൊരുവിധ റെസ്പെക്റ്റും ഇവർ നൽകിയിരുന്നില്ല. ഇവരെ വളരെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കണ്ടിരുന്നത്. ഇന്ത്യൻ ശിപ്പായിമാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ഓഫീസേഴ്സിന് സുബേദാർസിന്റെ മുകളിലേക്ക് ഒരു പദവി നൽകില്ലായിരുന്നു. അവർ എത്ര കഴിവുള്ളവരായാലും സുബേദാർസ് എന്നുള്ള പോസ്റ്റ് അല്ലാതെ വേറെ അതിന് മുകളിലേക്കൊന്നും തന്നെ നൽകില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ റിലീജിയസ് ആയിട്ട് കുടുംബം വയ്ക്കാൻ പാടില്ല, താടി വളർത്താൻ പാടില്ല, അങ്ങനെ യൂറോപ്യൻ സ്റ്റൈൽ മാത്രം ഇവിടെ ഫോളോ ചെയ്യണം എന്നൊരു രീതി കൊണ്ടുവന്നപ്പോൾ അത് ഇവരോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആയിട്ട്, ഇന്ത്യൻ സോൾജേഴ്സിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവർക്ക് തോന്നാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ശിപ്പായികളോട് വളരെ മോശമായിട്ട് പെരുമാറുമായിരുന്നു ഇവര് ബ്രിട്ടീഷുകാർ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു വിഭാഗത്തിലുള്ളവർക്ക് കടല് മുറിച്ച് കടക്കുന്നത് അവരുടെ മതപരമായിട്ട് തെറ്റാണ് എന്നൊരു വിശ്വാസം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ഹിന്ദു വിഭാഗത്തിലെ സോൾജിയേഴ്സിനെ ഇത്തരം ആക്ടിവിറ്റീസിന് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നതും അവരോടുള്ള എന്താ പറയുക, അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത്, അവരെ ഒരു ബഹുമാനം നൽകാത്തതായിട്ട് ഈ ആർമിയിൽ കാണുന്നത്. അപ്പൊ ആർമിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സോൾജിയേഴ്സ്, ഇന്ത്യൻ പട്ടാളക്കാർ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതും 1857 റിവോൾട്ടിന് കാരണമായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്തായിരുന്നു? 1857 റിവോൾട്ടിനുണ്ടായ കാരണങ്ങളാണ് പറഞ്ഞത് അല്ലെ. പൊളിറ്റിക്കൽ കാരണങ്ങൾ പറഞ്ഞു, സോഷ്യൽ എക്കണോമിക് കാരണങ്ങൾ പറഞ്ഞു, റിലീജിയസ് ആയിട്ടുള്ളത് പറഞ്ഞു, ആർമിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഇതൊക്കെയും 1800 മുതൽക്ക് ഒരു പ്രശ്നമായിട്ട് ഇന്ത്യ മൊത്താകെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തീപ്പൊരി വീട് കഴിഞ്ഞാൽ ഏത് നിമിഷവും പൊട്ടാമെന്ന രീതിയിലായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പലയിടത്തും. ഇനി ആ ഒരു തീപ്പൊരി എന്തായിരുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് കോസ് 1857 റിവോൾട്ട് ഉണ്ടാവാനുണ്ടായ പ്രധാന കാരണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായ കാരണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റൂമർ ആയിരുന്നു. ഇന്ത്യൻ സോൾജേഴ്സിന്റെ ഇടയ്ക്ക്, ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു റൂമർ ആയിരുന്നു. ഇന്ത്യൻ പട്ടാളക്കാർ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി കേട്ടോ. അതായത്
അവര് ഉപയോഗിച്ചിരുന്ന തോക്ക് ആദ്യമൊക്കെ അവർ പഴയകാല ബ്രൗൺ ബാഗ്സ് എന്ന് പറയുന്ന വേറൊരു തരം സാധാ തോക്കാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പട്ടാളക്കാർ. അതിന് പകരം പുതിയ ഒരു തോക്ക് ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. അതിന് എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്ന ഒരു തരം തോക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഈ കാട്രിഡ്ജ് ഇങ്ങനെ കടിച്ചു തുറന്നിട്ട് വേണം. അതിന്റെ ഒരു പ്രവർത്തനം അങ്ങനെയായിരുന്നു, വായ കൊണ്ട് കടിച്ചു തുറക്കണം, എന്നാലാണ് അത് പ്രവർത്തിപ്പിക്കാനുള്ളൊരു രീതി എന്ന് പറയുന്നത്. അത്തരത്തില് അങ്ങനെ കടിച്ചു തുറക്കുന്ന ആ ഒരു ഭാഗത്ത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നൊരു റൂമർ ഈ പട്ടാളക്കാരിടയ്ക്ക് പരക്കുകയാണ്. അപ്പം എന്താണ്, ഈ കാട്രിഡ്ജിൽ മൗത്തോണ്ട് വായ കൊണ്ട് കടിച്ച് തുറക്കുന്ന കാട്രിഡ്ജാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ആ കാട്രിഡ്ജിൻ്റെ മീതെ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുണ്ട് എന്നുള്ളൊരു സൂചന ഇന്ത്യൻ ആർമിയുടെ ഇടയ്ക്ക് പരന്നു. ഈ പന്നി എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിന് ഹറാമാണ്. അതേസമയം പശു എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിന് സേക്രഡ് ആയിട്ടുള്ള ഒന്നുമാണ്. അപ്പോൾ ഇത് രണ്ടും എന്തായി, അപ്പോൾ ഇതിൻ്റെ കൊഴുപ്പുള്ള ഭക്ഷണം മുസ്ലിംസുമായിട്ടുള്ള ആർമി സോൾജേഴ്സിനെ കൊണ്ട് കടിപ്പിച്ചു എന്നുള്ളത് അവരുടെ മതത്തിനെ വളരെയധികം മുറിവേൽപ്പിച്ച ഒന്നായിരുന്നു, മതബോധത്തെ മുറിവേൽപ്പിച്ച ഒന്നായിരുന്നു. അപ്പൊ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് 1857 റിവോൾട്ട്. ഈ വാർത്ത ഇവരുടെ ഇടയ്ക്ക് പടർന്നോട് കൂടിയിട്ട് ഇന്ത്യൻ സോൾജേഴ്സ് ആകെ പ്രശ്നത്തിലായി. അവര് ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വാർത്ത അപ്പം ഞാൻ പറയുന്നത്, ഒരു തീപ്പൊരി വീഴേണ്ട സാഹചര്യത്തിൽ ഒരു തീപ്പൊരി ആയിട്ടാണ് ഈ ഒരു റൂമർ പടർന്നത്. അങ്ങനെ മാർച്ച് 29, 1857 ഈ ഒരു വാർത്ത പടർന്നതും ഈ ആർമിയുടെ ഇടയ്ക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഒരു ബ്രിഗേഡിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗം തന്നെ പരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർമി എന്ന് പറഞ്ഞാൽ ഇത്ര പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ഇത്ര പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെയായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാർത്ത പരക്കുകയും അങ്ങനെ പല സ്ഥലത്തുള്ള പട്ടാളക്കാര് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് വന്നത്, കോസസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കാം. ഇതിന്റെ ആദ്യത്തെ വിക്ടിം 1857 റിവോൾട്ടിന്റെ ആദ്യ രക്തസാക്ഷിയായിട്ട് കണക്കാക്കുന്നത് മംഗൾ പാണ്ഡെ എന്ന ശിപ്പായിനെയാണ്. മംഗൾ പാണ്ഡെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മംഗൾ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് സോൾജർ ഹു ഓപ്പൺലി ഡിസൊബേഡ് ഓർഡേഴ്സ്. അതായത് ഈ കാട്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞതും പ്രശ്നത്തിലേക്ക് വരുന്നതും മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ 2 ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ബറക്പൂരിൽ വെച്ച്, കൽക്കത്തയിലെ ബറക്പൂരിൽ വെച്ച് കൊല്ലുകയാണ്. മാർച്ച് 29, 1857 2 ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ അവർ കൊല്ലുന്നത്. അങ്ങനെ അവിടുന്ന് മംഗൾ പാണ്ഡെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മംഗൾ പാണ്ഡെനെ പിടിക്കുകയും മംഗൾ പാണ്ഡെനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഹി വാസ് അറസ്റ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ്, കൊല്ലുകയാണ് ചെയ്യുന്നത്. മംഗൾ പാണ്ഡെനെ കൊന്നു എന്ന വാർത്ത എല്ലാ റെജിമെന്റ്സിലും അവിടെയുള്ള മറ്റ് റെജിമെന്റ്സിലും മറ്റ് റെജിമെന്റ്സിലും പെട്ടെന്ന് തന്നെ പരക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ വൻപിച്ച പ്രതിഷേധം എല്ലാ ആർമി ഗ്രൂപ്പിന്റെ ഇടയ്ക്കും ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ മീറത്തിൽ അന്ന് 85 ശിപ്പായിമാര് ഇതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് 2 മുതൽ 10 വർഷം വരെ തടവിലാകുന്ന രീതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ അവര് തടവിലായി. കാരണം അവരും ഈ ഗ്രീസ് ഉപയോഗിച്ചുള്ള കാട്രിഡ്ജിൽ ഈ ഗ്രീസ് കടിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിലാണ് 85 ശിപ്പായിമാര് തടവറയിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ഒരു പല റെഗിമെന്റിലും ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങി. 10th മെയ് 1857 അതാണ് ഈ റിവോൾട്ടിന്റെ തുടക്കമായിട്ട് വരുന്നത്. 10th മെയ് 1857 ഈ പല റെജിമെന്റ്സിലും ഉണ്ടായിരുന്ന ഒരു തുറന്ന കലാപത്തിന്, ഓപ്പൺ മ്യൂട്ടിനി, തുറന്ന കലാപത്തിന് തയ്യാറാവുകയാണ് ഉണ്ടായത്. അവര് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കൊല്ലുകയും അതുപോലെ തടവറയിൽ ഉണ്ടായിരുന്ന തന്റെ സോൾജേഴ്സിനെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട ഈ മിലിറ്ററി
ഈ പട്ടാളക്കാരും മറ്റു പട്ടാളക്കാരും എല്ലാവരും കൂടെ ഡൽഹിയിലേക്ക് പോവുകയും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ഈ പോണ വഴി ഇവർ വളരെ അക്രമാസക്തമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്ന പല പുസ്തകങ്ങളിലും ഡൽഹിക്കുള്ള മാർച്ചിൽ ഇവർ ഒരുപാട് സ്ഥലങ്ങൾ അടിച്ചു തകർക്കുകയും ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും അടിച്ചു തകർക്കുകയും ഒരുപാട് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആർമി ഗ്രൂപ്പ് വളരെ വയലന്റ് ആയിട്ടാണ് പെരുമാറിയിരുന്നത് എന്ന് പറഞ്ഞാൽ കുറെ കാലം തടവറയിൽ കഴിഞ്ഞു. ബ്രിട്ടീഷുകാരോടുള്ള അവരുടെ വൈരാഗ്യം അവർ നന്നായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ മാർച്ച് ഡൽഹിയിലേക്ക് നടത്തിയത്. അങ്ങനെ 10th മെയ്യിൽ അവർ മാർച്ച് ചെയ്യാണ് ഡൽഹിയിലേക്ക് പോയിട്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്ന മുഗൾ എംപറർ ആയിട്ടുണ്ടായിരുന്ന ബഹദൂർ ഷാനെ ഇന്ത്യയുടെ പുതിയ ഭരണാധികാരിയായിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ ഈ ശിപ്പായിമാർ തുടങ്ങി വെച്ച ഈ യുദ്ധം കാൺപൂരിലേക്ക്, ഝാൻസിയിലേക്ക്, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പടരുകയാണ് ചെയ്തത്. കാൺപൂരിൽ നാനാ സാഹിബിനെ പേശുവായിട്ട് കാൺപൂരിൽ നാനാ സാഹിബിനെ പേശുവായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഒരു തുറന്ന റിവോൾട്ട് കലാപം ഉണ്ടാവുകയാണ്. അതിന് നേതൃത്വം നൽകിയത് ടാന്തിയ തോപ്പയും അസിമുല്ലയായിരുന്നു. ടാന്തിയ തോപ്പെ, TANTYA, ടാന്തിയ തോപ്പെ ആൻഡ് അസിമുല്ല ഇവരുടെ നേതൃത്വത്തിൽ പേഷ്വ എന്ന് പറയുന്ന അധികാരം നാനാ സാഹിബിന് നൽകിക്കൊണ്ട് കാൺപൂരിൽ ആരൊക്കെയായിരുന്നു? നാനാ സാഹിബ്, ടാന്തിയ തോപ്പെ, അസിമുല്ല ഇവരായിരുന്നു. ഇനി ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ബീഗം ഹസ്രത്ത് മഹലിനെ സഹായിക്കുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് ബീഗം ഹസ്രത്ത് മഹലിനെ ലക്നൌവിൽ സഹായിക്കുന്നത്. ഇനി നമ്മൾ ഝാൻസിയിലേക്ക് പോകുമ്പോൾ ഝാൻസിയിൽ ആരായിരുന്നു? അറിയപ്പെട്ട റാണി ലക്ഷ്മിബായി അഥവാ ഝാൻസി റാണിയാണ് യുദ്ധത്തിലേക്ക് വന്നത്. ഝാൻസി റാണീനെ സഹായിക്കുന്നത് കുൻവർ സിംഗ് ആണ് ഝാൻസി റാണിനെ സഹായിക്കുന്നത്. ദെൻ അടുത്തൊരു സ്ഥലമാണ് ബർലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ് വരുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല ആളുകൾ ഈ റിവോൾട്ടിന്റെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് യുദ്ധത്തിലേക്ക് വന്നു. അപ്പൊ കാൺപൂര്, ഝാൻസി, ദെൻ എവിടെയാണ് ലക്നൗ, അങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഈ യുദ്ധം ഉണ്ടായിരുന്നു. അതിൽ ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ, ഝാൻസിയില് ഝാൻസി റാണി, ഈ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്. ഇവരെ സഹായിക്കുന്ന അഹമ്മദുള്ള, അതുപോലെ തന്നെ താന്തിയ തോപ്പെ, അസ്മുല്ല തുടങ്ങിയവരൊക്കെ പേരുകൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കൂടെയാണ് പല സ്ഥലങ്ങളിൽ ഇത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള റിവോൾട്ട് നടന്നു. ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് 1857 റിവോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. വളരെ കാലം നീണ്ടു നിന്ന ഒരു യുദ്ധം തന്നെയായിരുന്നു. അതിൽ ഏറ്റവും ഓർത്തു വെച്ചിട്ടുള്ളൊരു രംഗം എന്ന് പറയുന്നത് പല ഇതിലും പുസ്തകങ്ങളിലൊക്കെ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഝാൻസി റാണി കുതിരപ്പുറത്തിരുന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു രംഗം വരയ്ക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഝാൻസി റാണീനെ ഒരു ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള സർ ഹൂഗ്രോസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞിട്ടുള്ളത്, ഷീ വാസ് ദി ബെസ്റ്റ് ആൻഡ് ബ്രേവസ്റ്റ് മിലിറ്ററി ലീഡർ ഓഫ് ദി റിബൽസ്. ഈ ഗ്രൂപ്പുകളുടെ ഇടയ്ക്ക് ഏറ്റവും ബുദ്ധിമതിയും ധൈര്യശാലിയുമായിട്ടുള്ള ഒരു പോരാളി ഝാൻസി റാണി ആയിരുന്നു എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഝാൻസി റാണിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ ഒരു റിവോൾട്ടിന്റെ ഭാഗമായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാലം ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ 1857 ഒന്ന് വിറപ്പിച്ചിട്ടുണ്ട്. അത്രയും പല സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ള യുദ്ധമാകുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യുദ്ധമല്ലല്ലോ, പല സ്ഥലങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യുദ്ധമല്ലേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു യൂണിറ്റി ആയിട്ടാണ് അന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ഒരുമിച്ച് നിന്നു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടി വരും. ഇനി 1857 റിവോൾട്ടിൽ ബ്രിട്ടീഷുകാർക്ക് എന്താ ഉണ്ടായത്? ബ്രിട്ടീഷുകാർക്ക് വലിയ നാണക്കേട് ഉണ്ടായത് ഡൽഹി ഈ ആർമി ഗ്രൂപ്പ് പിടിച്ചെടുത്തിട്ട് അവിടെ മുഗൾ ഭരണാധികാരിയെ കൊണ്ടുവന്നിരുത്തിയല്ലോ. അത് ബ്രിട്ടീഷുകാർക്ക് ഒരു വല്ലാത്ത അടിയായിരുന്നു. ഡൽഹി അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അവർക്കൊട്ടും അവർ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഡൽഹി ഈ ആർമി ഗ്രൂപ്പ് പിടിച്ചെടുത്തു. അപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് 10th സെപ്റ്റംബർ 1857 ഡൽഹി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കിട്ടുന്നത്. പിന്നെ ഈ യുദ്ധം എല്ലാം നീണ്ടുപോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. പിന്നെ ഇവരെയൊക്കെ കൊല്ലുന്നുണ്ട്, ഝാൻസി റാണീനെ ആയിക്കോട്ടെ, ബീഗം ഹസ്രത്ത് മഹൽ, ഇവരെയൊക്കെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇവരെ നയിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരേനെ ആദ്യം കൊല്ലുന്നു, പിന്നീട് ഇവരേനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 1857 സെപ്റ്റംബറോട് കൂടിയൊക്കെ അധികാരം പിന്നെയും ബ്രിട്ടീഷുകാരെ കയ്യിലേക്ക് തന്നെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. ലോർഡ് കാനിങ്
അന്ന് ഈ 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, ലോർഡ് കാനിങ്. അപ്പം അങ്ങനെ ഒരുപാട് കാലത്ത് ഇതിന് ശേഷം 8 ജൂലൈ 1858 ആയപ്പോഴേക്കും ഈ സിപ്പോയ് ലഹള കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കിയിട്ട് ഒരു പുതിയ പ്രൊക്ലമേഷൻ, ഉത്തരവൊക്കെ വരികയാണ്. അവിടുന്ന് ബ്രിട്ടീഷിന് വിക്ടോറിയ രാജ്ഞിയുടെ പുതിയ ഉത്തരവൊക്കെ വരുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും കാലം ഈ യുദ്ധം നീണ്ടു നിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ബ്രിട്ടീഷ് ഫോഴ്സ് പല എന്താ പറയുക, ഈ റിബല്യൻ നടത്തിയിട്ടുള്ള, ഈ യുദ്ധം നടത്തിയിട്ടുള്ള പലരും പിടിക്കുന്നു, കൊല്ലുന്നു. റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പെ, കുൻവർ സിംഗ്, ദെൻ ഇവരൊക്കെ ഇനിയും ഓരോ ഘട്ടം എത്തുമ്പോൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. കുൻവർ സിംഗിനെ ബീഹാറിൽ വെച്ച് നടന്ന ബാറ്റിലാണ് കൊല്ലുന്നത് കുൻവർ സിംഗിനെ. അതുപോലെ തന്നെ താന്തിയ തോപ്പെ, അതിന് നേതൃത്വം നൽകിയ താന്തിയ തോപ്പെ, അവരെന്നെ പിടിച്ചെടുക്കുന്നു, അവരെന്നെ തടവറയിലാക്കുന്നു. ഈ താന്തിയ തോപ്പേനെ തടവറയിലാക്കുന്നത് അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വളരെ തന്ത്രപൂർവ്വം ചെന്നിട്ട് അവരെന്നെ പിടിച്ചു കൊണ്ടുവരുന്നതൊക്കെ. എന്നിട്ട് അയാളെന്നെ തൂക്കി കൊല്ലുകയാണ് ചെയ്യുന്നത് താന്തിയ തോപ്പേനെ. അപ്പോൾ നേരിട്ടുള്ള അറ്റാക്കിനേക്കാൾ കൂടുതൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാളെന്നെ പിടിക്കുകയും തൂക്കി കൊല്ലുകയും ചെയ്യുന്ന ഒരു സ്ഥിതി. ബ്രിട്ടീഷുകാർക്ക് നേരിട്ടിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതികളിൽ അവർ വളരെ കുതന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അവർ കൊന്നിട്ടുണ്ട്. പിന്നെ ബഹദൂർ ഷാനെയാണല്ലോ, മുഗൾ എംപറായിട്ടുള്ള ബഹദൂർ ഷാനെയാണല്ലോ രണ്ടാമത് ഡൽഹിയുടെ അധികാരിയായിട്ട് കൊണ്ടുവന്നിരുത്തിയത്. ബഹദൂർ ഷാനെ പിടിക്കുകയും ആദ്യം നാട് കടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 2 മക്കളേനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത് തോന്നുന്നത്. അല്ല, 2 മക്കളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ബഹദൂർ ഷായും പിന്നീട് കൊല്ലുന്നുണ്ട്. വിത്തൗട്ട് ട്രയൽ തന്നെ ബഹദൂർ ഷാനെ കൊല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാ റിബല്യൻ നടത്തിയിട്ടുള്ള എല്ലാവരെയും ബ്രിട്ടീഷുകാരോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടവിലാക്കുകയും പിന്നീട് കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു റിവോൾട്ട് അവസാനിക്കുന്നത്. റിവോൾട്ട് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതാകുന്നത്. ഈ റിവോൾട്ടോട് കൂടിയിട്ട് ഈ റിവോൾട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് സോൾജിയേഴ്സ്, പട്ടാളക്കാർ പങ്കെടുത്തിട്ടുണ്ട്. പട്ടാളക്കാർക്ക് പുറമെ മറ്റ് പല മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. തൊഴിലാളികൾ, പെസൻസ് പങ്കെടുത്തിട്ടുണ്ട്, കൈത്തറി തൊഴിലാളികൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റ് ഒരുപാട് ജോലിക്കാർ പങ്കെടുത്തിട്ടുള്ള ഒന്നാണ് ഈ 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ പങ്കെടുക്കാൻ മടിച്ചു നിന്ന ആൾക്കാർ, കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടുള്ള മധ്യവർഗ വിഭാഗക്കാർ, ഇന്ത്യയുടെ മധ്യവർഗ വിഭാഗക്കാർ, വിദ്യാഭ്യാസമുള്ളവരൊന്നും ഈ ഒരു റിവോൾട്ടിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പോരായ്മയായിരുന്നു. ഓക്കെ, ഇനി മറ്റൊന്ന് പറഞ്ഞാൽ അങ്ങനെ പല ആൾക്കാരും പങ്കെടുക്കാതെ മാറി നിന്നത് തന്നെയാണ് ഈ ഒരു റിവോൾട്ടിന്റെ ഫെയിലിയറിന് കാരണമാവുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പെസൻസ്, ആർട്ടിസൻസ് ഇവരൊക്കെ ഈ റിവോൾട്ടിന്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ്. പിന്നെ ഒന്ന്, ഹിന്ദു മുസ്ലിം യൂണിറ്റി. ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്നും ഒരു ആവശ്യങ്ങൾക്ക് അവർ ഒരുമിച്ച് നിൽക്കുമെന്നും യുദ്ധത്തിന് ഇപ്പോൾ എന്താ പറയുക, ഒരു ഹിന്ദു രാജാവായിട്ടൊരു ഹിന്ദു ആണെങ്കിൽ അതിൻ്റെ പടയാളിയായിട്ടൊരു മുസ്ലിം ഉണ്ടായിരിക്കുമെന്നും ഒരു മുസ്ലിം രാജാവാണെങ്കിൽ പടയാളിയായിട്ട് ഹിന്ദുക്കൾ ഉണ്ടായിരിക്കുമെന്നും ആ ഒരു കാര്യം ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മുസ്ലിം ഹിന്ദു യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണെന്നും അത് ഇല്ലാതാക്കിയാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നും അവർ മനസ്സിലാക്കി. അപ്പൊ 1857 റിവോൾട്ട് കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായ ഒരു കാര്യം അതായിരുന്നു. പിന്നീട് അവരെടുത്ത അടുത്ത തന്ത്രമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത്. അപ്പൊ ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കുക എന്നത് പിന്നീട് അവരെടുത്ത് ഉപയോഗിച്ചൊരു തന്ത്രമായിരുന്നു. ഇനി ഈ റിവോൾട്ട് ഓഫ് 1857 എന്ന് പറഞ്ഞാൽ ഒരാളുടെ യുദ്ധമായിരുന്നില്ല, ഒരു ഗ്രൂപ്പിന്റെ യുദ്ധമായിരുന്നു. നോട്ട് വൺ ഫോർ മെനി, ഒരുപാട് പേർക്ക് വേണ്ടി നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു. അത് ഒരു ഗ്രൂപ്പായി നിൽക്കാൻ ഇന്ത്യക്കാർക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നുണ്ട്. ദെൻ സോൾജിയേഴ്സ്, ഹിന്ദുസ്, മുസ്ലിംസ്, വിവിധ കമ്മ്യൂണിറ്റികൾ, വിവിധ വർക്കേഴ്സ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് റിവോൾട്ട് ഓഫ് 1857 ആണ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് എവിടെയായിരുന്നു? 1857 റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് മീററ്റ്, ഡൽഹി, കാൺപൂർ, ലക്നൗ, ഝാൻസി, ബെർലി ആൻഡ് ആറ. ഈ സെന്റേഴ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ബക്ത് ഖാൻ,
നാനാ സാഹിബ്, താന്ത്യ തോപ്പെ, അസിമുല്ല, ബീഗം ഹസ്രത് മഹൽ, മൗലവി അഹമ്മദുള്ള, ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മി ബായ്, ഖാൻ ബഹദൂർ ഖാൻ, കുൻവർ സിംഗ്. ഇത്രയും പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് എന്നും പറയുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു ഫെയിലേഴ്സ് എന്ന് നോക്കാം. ഫെയിലേഴ്സ് ഓഫ് ദി റിവോൾട്ട്. എന്തുകൊണ്ടാണ് ഈ റിവോൾട്ട് പരാജയപ്പെട്ടത്? റിവോൾട്ട് പരാജയപ്പെടാനുണ്ടായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, ഇന്ത്യ മൊത്താകെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. നോ യൂണിറ്റി ഓഫ് പർപ്പസ്. എന്തിനു വേണ്ടിയാണ് ഇവര് യുദ്ധം ചെയ്യുന്നത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഇവിടെ ബഹദൂർ ഷാ വന്നത്, മുഗൾ എംപറർ ആയിട്ടുള്ള ബഹദൂർ ഷാ യുദ്ധത്തിലേക്ക് വന്നത് എന്തിനാണ്? നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മുഗൾ പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ആർമി ഗ്രൂപ്പും പല ആർമിക്കാർക്കും പല പട്ടാളക്കാരുടെ ഉള്ളിലുള്ള ഉദ്ദേശം അത് തന്നെയായിരുന്നു, മുഗൾ സാമ്രാജ്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇനി ഝാൻസി റാണിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഝാൻസി എന്ന് പറയുന്ന അവരുടെ പ്രദേശം രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ലക്നൗ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ബീഗം ഹസ്രത് മഹലിന്റെ ലക്ഷ്യം. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥലം തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണെന്നുണ്ട്. അപ്പോൾ ഒരു കോമൺ പർപ്പസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നോ യൂണിറ്റി അബൌട്ട് പർപ്പസ്, എന്താണ് അവരുടെ ലക്ഷ്യം എന്നതിനെ പറ്റിയിട്ടൊരു യൂണിറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ 1857 റിവോൾട്ട് ഇന്ത്യ മൊത്താകെ സ്പ്രെഡ് ചെയ്ത പരന്നു പിടിച്ചൊരു യുദ്ധമായിരുന്നില്ല. നമ്മൾ പറഞ്ഞു എവിടേക്കാണ് ഉണ്ടായിരുന്നത്? മീററ്റ്, ഝാൻസി, പിന്നെ എവിടേക്കാണ് പറഞ്ഞത്? കാൺപൂർ, ലക്നൗ. അപ്പം നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളിലാണ് ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം കാശ്മീർ, പഞ്ചാബ്, ഈ നോർത്ത് ഈസ്റ്റേൺ പ്രൊവിൻസസ്, മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളൊന്നും ഇതിലേക്ക് കാര്യമായിട്ട് പങ്കെടുത്തിട്ടില്ല. പഞ്ചാബ് വിട്ടു നിന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ പോരായ്മയായിരുന്നു 1857 റിവോൾട്ടിന്റെ. കാരണം പഞ്ചാബിലെ ജനങ്ങളായിരുന്നു, ആർമിയുടെ തന്നെ ഒരു മെയിൻ വിഭാഗം എന്ന് പറഞ്ഞ പഞ്ചാബിലെ ആൾക്കാരായിരുന്നു. അപ്പോൾ ആർമിയുടെ തന്നെ ഈ സോൾജേഴ്സ്, പട്ടാളക്കാരുടെ തന്നെ ഒരു വിഭാഗമാണ് ഇതിൽ പങ്കെടുത്തുള്ളൂ, മറ്റൊരു വിഭാഗം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെയുള്ളൊരു കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തു, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് മാറി നിന്നത് ഒരു പോരായ്മയായിരുന്നു. മൂന്നാമത്തായിട്ട് ലീഡർഷിപ്പ് വളരെ വീക്കായിരുന്നു. നമുക്കറിയാലേ, ഓരോ സ്ഥലത്തിനും ഓരോ ലീഡേഴ്സാണ്. ഇപ്പോൾ ഝാൻസിയിൽ ഝാൻസി റാണി നിൽക്കുന്നുണ്ട്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ നിൽക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് കുൻവർ സിംഗ് നിൽക്കുന്നുണ്ട്, ഡൽഹിയിലാണെങ്കിൽ നമ്മുടെ ബഹദൂർ ഷാ നിൽക്കുന്നുണ്ട്. പക്ഷേ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു മെയിൻ ലീഡർ ഉണ്ടായിരുന്നില്ല എന്നത് ഇതിന്റെ പരാജയമായിരുന്നു. അപ്പോൾ അതൊരു പോരായ്മയുടെ, ഒരു ഓർഗനൈസേഷൻ, പ്ലാനിങ് തുടങ്ങിയവയുടെയൊക്കെ ഒരു പോരായ്മ ഈ യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത് മൂന്ന് നമുക്ക് പ്രധാന റീസൺസ് ആയിട്ട്, ഫെയിലിയറിന്റെ പ്രധാന റീസൺസ് ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്തെയും ബഹദൂർ ഷായുടെ മരണം, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായോട് കൂടിയിട്ട് മെയിൻ ലീഡേഴ്സൊക്കെ മരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ യുദ്ധം സ്വാഭാവികമായിട്ടും തന്നെ ശക്തിയില്ലാതെ വരികയും ചെയ്തു. ഇനി റിവോൾട്ട് എങ്ങനെയാണ് റിവോൾട്ടിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത്? മുഗൾ പേശ്വാഷിപ്പ് എന്ന് പറഞ്ഞ, പേശ്വാസ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കി, ബഹദൂർ ഷാനെ കൊന്നുകളഞ്ഞു. അങ്ങനെ മൊത്തത്തിലൊരു ഇതായിരുന്നു. പിന്നെ മറ്റൊരു റീസൺ, ഫെയിലിയറിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന വെപ്പൺസ്, ആയുധങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകത്തുള്ള ആയുധങ്ങളൊന്നും ഇന്ത്യക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഷോർട്ടേജ് ഓഫ് വെപ്പൺസ് എന്നുള്ളത് ഇന്ത്യൻ റിവോൾട്ടിന്റെ ഒരു പോരായ്മ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രധാന കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി റിവോൾട്ടിന് ശേഷം എന്ത് സംഭവിച്ചു? 1857 റിവോൾട്ടിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 1857 റിവോൾട്ടിന് ശേഷം അതുവരെ ഇവിടെ നിലനിന്നിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാണ് അല്ലെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അത് മാറി നേരിട്ടിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണം ഇന്ത്യയിൽ വന്നു. ട്രാൻസ്ഫർ ഫ്രം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ബ്രിട്ടീഷ് ക്രൗൺ. ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയുടെ ഭരണത്തിന് കീഴിലേക്ക് ഇന്ത്യ വന്നു. ഇന്ത്യ ബ്രിട്ടീഷിന്റെ ഒരു കോളനിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യ ബിക്കേം എ കോളനി ഓഫ് ബ്രിട്ടീഷ്. അങ്ങനെ വന്നു. ഇനി ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ നേരിട്ടിട്ടുള്ള കൺട്രോളിൽ ഇന്ത്യക്കാർ വരികയാണ്. ബ്രിട്ടീഷുകാർ ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുകയും അത് ഏത് രീതിയിലും തകർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ പിന്നീട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ബുദ്ധിപരമായ നീക്കങ്ങൾ അവർ കൊണ്ടുവന്നു. ദെൻ മറ്റൊന്ന്,
ഇന്ത്യയുടെ അഫയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അവർ അപ്പോയിന്റ് ചെയ്തു. ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഒരു 15 കൗൺസിലും ഉണ്ടായിരിക്കും. ഇതിനെല്ലാം ലീഡ് ചെയ്യാൻ ഒരു വൈസ്രോയും ഉണ്ടായിരിക്കും. ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് മാറ്റി വൈസ്രോയ് എന്നുള്ള പോസ്റ്റാക്കി മാറ്റി. ദ പോസ്റ്റ് ഓഫ് ഗവർണർ ജനറൽ ട്രാൻസ്ഫർ ടു വൈസ്രോയ്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ലോർഡ് കാനിങ് ആണ്. ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ലോർഡ് കാനിങ് ആണ്. രണ്ടും ലോർഡ് കാനിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് വൈസ്രോയ് ആക്കി മാറ്റി. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനുശേഷം അവര് ആർമിയിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് തീരെ തന്നെ ഉയർന്ന പൊസിഷൻസ് ഒന്നും കൊടുക്കാതെയായി. അവരെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഈ ഇതിന്റെ ഭാഗമാക്കി, ആർമിയുടെ ഭാഗമാക്കാൻ അവർ തുടങ്ങി. ദെൻ ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് കുറച്ചൊക്കെ എന്താ പറയുക, രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ നാഷണൽ കോൺഷ്യസ്നെസ് എന്ന് പറയില്ല, ഇന്ത്യക്കാര് എന്നുള്ളൊരു വിചാരമൊക്കെ വന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെയായിരുന്നു ആഫ്റ്റർ ഈ ഒരു സംഭവത്തിന് ശേഷം 1857 റിവോൾട്ടിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് 1857 റിവോൾട്ട് എന്നൊരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ റിവോൾട്ട് എന്തായിരുന്നു, റിവോൾട്ടിന്റെ പല കാരണങ്ങൾ എന്തായിരുന്നു, എന്താണ് ഇങ്ങനെ റിവോൾട്ട് ശരിക്കും തുടങ്ങിയത്, പിന്നെ അതെങ്ങനെയാണ് അവസാനിച്ചത്, ഫെയിലിയേഴ്സിന്റെ കാര്യങ്ങൾ, ആഫ്റ്റർ 1857 റിവോൾട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഇത്രയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക്